എല്ലാവർക്കും ഉറക്കം എന്നുള്ളത് ഭയങ്കര അനിവാര്യമായ കാര്യങ്ങളാണ്. ചിലർക്കൊക്കെ ഉറങ്ങാൻ സൈഡ് സീറ്റോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ചെറിയ ഏരിയ കാര്യങ്ങളൊക്കെ മതി. പക്ഷെ എങ്കിൽ കൂടി നമുക്ക് പ്രോപ്പറായിട്ടൊരു അക്കോമഡേഷൻ ഇവിടെ വേണം. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിനെക്കുറിച്ചാണ്. അപ്പോൾ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഈസ് ഫായിസ് ആൻഡ് ഹൈഫ. അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ ഉറങ്ങുക മാത്രമല്ല, നമുക്ക് നമ്മുടെ സാധനങ്ങൾ സുരക്ഷിതമായി വെക്കുക, നല്ലപോലെ കുക്ക് ചെയ്യുക, നല്ല ഫുഡ് ഇരുന്ന് കഴിക്കാൻ പറ്റുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടൊരു അക്കോമഡേഷൻ തന്നെ വേണം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് അക്കോമഡേഷൻ ഇൻ യു കെയിൽ എങ്ങനെ നമുക്ക് അക്കോമഡേഷൻ കറക്റ്റ് പ്രോപ്പറായിട്ട് കണ്ടുപിടിക്കാം. ഞാനിങ്ങനെ ഒരുപാട് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. ഈ വീഡിയോ സ്റ്റുഡൻസ്, ജോബ് സീക്കർ വിസയിൽ വരുന്ന ആളുകൾ, അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് വരുന്നവർ എല്ലാവർക്കും ഉപകാരപ്പെട്ടൊരു വീഡിയോ ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏത് വിസയിൽ യു കെയിലേക്ക് വരുന്നുണ്ടെങ്കിലും നമുക്കൊരു അക്കോമഡേഷൻ അനിവാര്യമാണ്. അത് ഏത് ലൊക്കേഷനിലാണെങ്കിലും നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഡോണ്ട് സ്കിപ്പ് ദ വീഡിയോ. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ട് യു കെയിലേക്ക് വരുന്ന ഒരാൾക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും റൂം അഥവാ ഹൗസ് എങ്ങനെ കണ്ടെത്തുക എന്നുള്ളത്. യു കെയിൽ പലതരം പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് ഒന്നില്ലെങ്കിൽ നമുക്ക് ഷെയർഡ് അക്കോമഡേഷൻ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഹൗസായിട്ട് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റുഡൻസിന് സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻ വേണ്ടി സെപ്പറേറ്റ് ഉണ്ടാകും, യൂണിവേഴ്സിറ്റീസും കാര്യങ്ങളും. നമ്മുടെ ആവശ്യകത എന്താണോ അതിനനുസരിച്ച് വേണം നമ്മൾ അക്കോമഡേഷൻ ചൂസ് ചെയ്യാൻ. ഇപ്പോൾ ഫാമിലി ആയിട്ട് വരുന്ന ഒരാൾക്ക് ഷെയർഡ് അക്കോമഡേഷൻ നിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അപ്പോൾ അവർ അധികം പ്രിഫർ ചെയ്യുക ഹൗസസ് ആയിരിക്കും. അല്ലെങ്കിൽ സിംഗിളായിട്ട് വരുന്ന ഒരാൾക്ക് എപ്പോഴും ഷെയർഡ് അക്കോമഡേഷൻ ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ റെൻറ്റിൻ്റെയും കാര്യങ്ങൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതായിരിക്കും ഒന്നുകൂടി ബെറ്റർ ആയിട്ട് വരിക. ഇപ്പം നമ്മൾ ഹൗസസ് ചൂസ് ചെയ്യണം തന്നെ, ഹൗസസ് തന്നെ പല തരത്തിലുണ്ട്. ഒന്നുമില്ലെങ്കിൽ ടെറസ്ഡ് ഹൗസസ് ഉണ്ട്, അല്ലെങ്കിൽ ഡിറ്റാച്ച്ഡ് ഉണ്ട്, സെമി ഡിറ്റാച്ച്ഡ് ഉണ്ട്, അങ്ങനെ ഓരോ കാറ്റഗറീസ് ഓഫ് ഹൗസസ് ഉണ്ട്. നമുക്ക് എന്താണോ നമുക്ക് വേണ്ടത്, നമ്മുടെ ഫാമിലിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനത്തെ ഹൗസസ് ആണോ വേണ്ടത് അത് കറക്റ്റായിട്ട് നമ്മൾ വന്നതിന് ശേഷം ചൂസ് ചെയ്യാം. നമ്മൾ ഇങ്ങോട്ട് യു കെയിലേക്ക് വരുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ലണ്ടൻ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ലണ്ടനിലോട്ട് നമ്മൾ താമസം മാറ്റുമ്പോൾ ഭയങ്കര എക്സ്പെൻസാണ് അവിടെ. കാരണം സിറ്റിയാണ്, സിറ്റിൻ്റെ ഉള്ളിൽ താമസിക്കുമ്പോൾ റെൻറ്റും കാര്യങ്ങളും എല്ലാം ഭയങ്കര കൂടുതലായിരിക്കും. വേറെ ലൊക്കേഷനിലോട്ട് നമുക്ക് നോക്കുമ്പോൾ, ഇപ്പോൾ എക്സാമ്പിൾ ആണെങ്കിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ലൊക്കേഷൻ നോർത്താംപ്ടൺ, അല്ലെങ്കിൽ അതിനടുത്തുള്ള ബിർമിംഗം, ലെസ്റ്റർ, അങ്ങനെ കുറേ സിറ്റീസും ടൗൺസൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ലൊക്കേഷനിലോട്ട് വരുന്ന ആൾക്കാർക്ക് റെൻറ്റ് കുറച്ചുകൂടി അഫോർഡബിൾ ആയിരിക്കും. സ്റ്റുഡൻസൊക്കെ വരുമ്പോൾ ഏത് യൂണിവേഴ്സിറ്റി ആണോ അതിനടുത്ത് ചീപ്പായിട്ട് കിട്ടുകയാണെങ്കിൽ അങ്ങനെ തന്നെ അക്കോമഡേഷൻ എടുക്കാൻ നോക്കുക. അല്ലാണ്ട് നമ്മൾ ഒരു സ്ഥലത്ത് പഠിച്ച് ലണ്ടനിൽ പോയി നിൽക്കുക എന്നുള്ളത് ഫീസിബിൾ അല്ല. റെൻറ്റിൻ്റെയും ബാക്കി ട്രാൻസ്പോർട്ടേഷനും ഭയങ്കര കൂടുതലായിരിക്കും ഇവിടെ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇവിടെ റെൻ്റ് എങ്ങനെ വരിക വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഹൗസിൽ ഒരു ഷെയർഡ് റൂമാണ് എടുക്കുന്നത് വെച്ചാൽ, അത് ഷെയർഡ് സിംഗിൾ റൂം ആവാം അല്ലെങ്കിൽ ഡബിൾ റൂം ആവാം. അപ്പോൾ അതിന് മിനിമം എങ്ങനെ പോലെ ഒരു 400 to 700 റേഞ്ച് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ്സ് കാര്യങ്ങൾ എടുക്കുന്നവരാണെങ്കിൽ ഒരു 900 എബോ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. ആ ഒരു രീതിയിൽ എന്തായാലും വരും. പിന്നെ ഹൗസസും കാര്യങ്ങളും എടുക്കുമ്പോൾ റെൻ്റ് എന്തായാലും അതിനനുസരിച്ചിട്ട് കൂടുതലാണ് വരുള്ളൂ. ഇവിടുത്തെ ഹൗസിംഗ് റെൻറ്റ് എങ്ങനെയാണ് കണക്കാക്കുക വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ എല്ലാ ബിൽസും ഇൻക്ലൂഡായ ഹൗസസ് കിട്ടും, അല്ലെങ്കിൽ വിത്തൗട്ട് ബിൽസിലും കിട്ടും. വിത്തൗട്ട് ബിൽസ് പറയുമ്പോൾ നമ്മൾ എക്സ്ട്രാ വരുന്ന ബില്ലുകൾ, വാട്ടർ ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല്, പിന്നെ ബ്രോഡ്ബാൻഡ്, കൗൺസിൽ ടാക്സ്, ഇങ്ങനെ വരുന്ന എക്സ്ട്രാ വരുന്ന ബില്ലുകളൊക്കെ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് കൊടുക്കണം. അല്ലെങ്കിൽ ഇൻക്ലൂഡിങ് ബിൽസിൽ വരുന്ന ഹൗസ് ആകുമ്പോൾ ഇങ്ങനത്തെ എല്ലാ ബിൽസും ഇൻക്ലൂഡ് ആയിരിക്കും. നമ്മൾ ജസ്റ്റ് മന്ത്ലി ആ റെൻറ്റ് മാത്രം കൊടുത്താൽ മതി, ബാക്കി എക്സസ് ആയിട്ട് നമുക്കൊന്നും ചിലവുകൾ വരില്ല. ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിലാണ് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ടാക്സിൽ ഇളവുകളുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ അക്കോമഡേഷൻ എടുക്കുമ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏജൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഹൗസ് ഓണർ ആണെങ്കിലും നിങ്ങൾക്ക് കൗൺസിൽ ടാക്സിന് ഇളവുകൾ അവർ അനുവദിച്ച് തരും. പിന്നെ അടുത്തൊരു കാര്യം എന്താ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഡെപ്പോസിറ്റിൻ്റെയും റെൻറ്റിൻ്റെയും കാര്യമാണ്. അപ്പോൾ നമ്മൾ ഒരു റൂം എടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഹൗസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ഒരു 4 to 5 വീക്സിൻ്റെ റെൻറ്റിൻ്റെ പേയ്മെൻറ്റ് അപ്ഫ്രണ്ട് ആയിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ 1 മന്തിൻ്റെ എമൗണ്ട് ഡെപ്പോസിറ്റ് ആയിട്ടും, അതുപോലെ തന്നെ ഫസ്റ്റ് മന്തിൻ്റെ നമ്മൾ ഹൗസിലോട്ട് കയറുന്ന അല്ലെങ്കിൽ റൂമിലോട്ട് കയറുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ പേ ചെയ്യണം. അങ്ങനെയാണ് ഇവിടുത്തെ പ്രൊസീജിയർ. പിന്നെ
നമ്മൾ ഏജൻസി ത്രൂ ഒക്കെ റൂമുകൾ എടുക്കുമ്പോൾ അവർക്ക് എക്സ്ട്രാ ഫീസസോ കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ഈ ഒരു പേയ്മെൻറ്റ് മാത്രമാണ് നമ്മൾ കാണേണ്ടത്. അടുത്തൊരു ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഹൗസസ് 2 തരത്തിൽ കിട്ടും. ഒന്ന് ഫർണിഷ്ഡും അല്ലെങ്കിൽ അൺഫർണിഷ്ഡും. ഫർണിഷ്ഡ് ആകുമ്പോൾ നമുക്ക് ഉള്ളിൽ എല്ലാ ആക്സസറീസും ബെഡും കാര്യങ്ങളെല്ലാം ഉണ്ടാകും. അൺഫർണിഷ്ഡ് ആകുമ്പോൾ നമ്മൾ ഒരു ഹൗസ് എടുത്ത് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് നമ്മളെല്ലാം വാങ്ങി ഇടണം. അതിലേക്ക് ആദ്യമായിട്ട് ഒരാൾ UK വരുമ്പോൾ എപ്പോഴും ഫർണിഷ്ഡ് ഹൗസസ് എടുക്കാൻ നോക്കുക. കാരണം ഇവിടെ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര റേറ്റാണ്. സെക്കൻഡ് ഐറ്റംസ് കിട്ടും എങ്കിൽ കൂടി നിങ്ങൾ ഇങ്ങനെ എടുത്തിട്ട് പിന്നെ ഇവിടെ വന്നതിന് ശേഷം അൺഫർണിഷ്ഡ് എടുക്കുക, അങ്ങോട്ട് മാറുക, അങ്ങനെ എന്തെങ്കിലും നോക്കാം. നാട്ടിൽ നിന്ന് ഇപ്പോൾ നമ്മളിവിടെ റൂം നോക്കുമ്പോൾ കുറേ വെബ്സൈറ്റ്സ് അവൈലബിൾ ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൂപ്ല, ഓപ്പൺ റെൻറ്റ്, സ്പെയർ റൂം, അങ്ങനെ കുറേ എണ്ണം ഉണ്ട്. അതിലൊക്കെ നമുക്ക് റൂമുകൾ നോക്കാം. ഇങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾ റൂമിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് കാണാതെ ഒരിക്കലും പേയ്മെൻറ്റ് അയക്കരുത്. ചിലപ്പോൾ സ്കാം ആയിരിക്കാം. അതുപോലെ തന്നെ ഒരുപാട് ചീപ്പ് റേറ്റിനൊക്കെ റൂം വേണമെന്നുണ്ടെങ്കിൽ ഭയങ്കര കെയർ ആയിട്ട് വേണം അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ നോക്കാൻ. കാരണം സ്കാം ആണെങ്കിൽ നമുക്ക് വൺസ് നമ്മുടെ കയ്യിൽ നിന്ന് എമൗണ്ട് പോയി കഴിഞ്ഞാൽ തിരിച്ച് കിട്ടുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾ ഇപ്പോൾ ഒരു സിറ്റിയിൽ ഒരു ലൊക്കേഷൻ ചൂസ് ചെയ്യണമെങ്കിൽ സിറ്റി സെൻറ്ററിലോ ടൗൺ സെൻറ്ററിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ പോയി താമസിക്കുകയാണെങ്കിൽ റെൻറ്റ് കൂടുതലായിരിക്കും. കുറച്ച് ഔട്ടറൊക്കെ പോയിട്ട് താമസിക്കുകയാണെങ്കിൽ റെൻറ്റ് കുറയും. ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസ് ഉണ്ടാവും. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് ടെമ്പററി അക്കോമഡേഷൻസ് അവൈലബിൾ ആണ്. അതായത് Airbnb അങ്ങനത്തെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ എന്താ വെച്ചാൽ ഇപ്പോൾ ഷോർട്ട് ടൈം നമുക്ക് നാട്ടിൽ നിന്ന് റൂമൊന്നും കണ്ടിഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പ്രൈസ് ഹൈ ആയിരിക്കും. എങ്കിൽ കൂടി ഒരു 1 വീക്കോ അല്ലെങ്കിൽ 2-3 ഡേയ്സിനോ നമുക്ക് Airbnb അങ്ങനത്തെ സൈറ്റുകളിലൊക്കെ റൂം ബുക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാം. എന്നിട്ട് ഇവിടെ വന്നിട്ട് സാവകാശം നോക്കി നല്ല റൂമും കാര്യങ്ങളൊക്കെ നോക്കിയെടുക്കാം. ആദ്യമായിട്ട് വരുന്ന ഒരാൾക്ക് ക്രെഡിറ്റ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ UK ഉണ്ടാവില്ല. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മളിപ്പോൾ ഒരു ഏജൻസിയിൽ പോയിട്ട് ഒരു ഹൗസ് എടുക്കുകയാണ് അല്ലെങ്കിൽ റൂം ചോദിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മുടെ അടുത്ത് എന്തായാലും ഒരു ഗ്യാരണ്ടറോ അല്ലെങ്കിൽ ഇത്ര ടേംസിനുള്ള ഇത്ര മന്തിനുള്ള എമൗണ്ട് ഫസ്റ്റ് തന്നെ ചോദിക്കാനൊക്കെ ചാൻസസ് ഉണ്ട്. അപ്പോൾ മാക്സിമം അങ്ങനത്തെ ഇതൊന്നും നോക്കാണ്ടിരിക്കുക. അക്കോമഡേഷൻ ചൂസ് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ മുന്നേ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഒരിക്കലും നമ്മൾ നാട്ടിൽ നിന്ന് വലിയൊരു വീടോ അതുപോലെ തന്നെ ഇതോ ഡെപ്പോസിറ്റ് കൊടുത്ത് എടുക്കാണ്ട് നോക്കുക. ചെറിയ വല്ല റൂമോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് വരിക. നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന അക്കോമഡേഷൻ ചിലപ്പോൾ നമുക്ക് റെഡി ആയിക്കോണമെന്നില്ല. അതൊരു ഭാഗ്യമാണ്. ചിലപ്പോൾ റെഡിയാവും, ചിലപ്പോൾ റെഡി ആവില്ല. സോ അതുകൊണ്ട് ആദ്യം ചെറിയ റൂമുകളോ കാര്യങ്ങളൊക്കെ നോക്കുക. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് കേട്ടുക, നല്ല റൂം നല്ല ലൊക്കേഷൻ നോക്കിയിട്ട് ചൂസ് ചെയ്യാം. ചിലവർ പെർമനൻ്റ് ആയിട്ട് വരുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് സെപ്പറേറ്റ് വീട് എടുക്കാനായിരിക്കും താല്പര്യം. ഇവിടെ എത്തിക്കഴിഞ്ഞ് എല്ലാം ഓക്കേന് ശേഷം അതിൻ്റെ പോസിബിലിറ്റീസ് നോക്കുക. നമ്മൾ റെൻറ്റ് കൊടുക്കുന്ന ഏകദേശം അതേ എമൗണ്ട് തന്നെ ആയിരിക്കും നമുക്ക് ലോണായിട്ടും ഇവിടെ വരിക. ബട്ട് ഡെപ്പോസിറ്റ് നമ്മൾ കുറച്ച് എമൗണ്ട് കൊടുക്കേണ്ടി വരും. ആ എമൗണ്ട് കയ്യിൽ ഓക്കെ ആണെന്നുള്ളവർക്ക് അങ്ങനെയും ചൂസ് ചെയ്യാം. പിന്നൊന്നുള്ളത് നമുക്ക് അക്കോമഡേഷൻസ് എടുത്തിട്ട് നമുക്ക് സബ്ലിറ്റ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ ഒരു എക്സ്റ്റേണൽ ഇൻകം നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമുക്ക് എക്സ്ട്രാ വർക്കോ കാര്യങ്ങളോ ചെയ്യേണ്ടി വരില്ല. ഒരു എന്താ പറയുക, പാസീവ് ഇൻകം പോലെ അങ്ങനെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അക്കോമഡേഷൻ ചൂസ് ചെയ്യുക പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. എന്ത് വന്നാലും നമ്മൾ നല്ലപോലെ നോക്കിയെടുക്കുക. കുറച്ച് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നമ്മൾ ഫൈനൽ സ്റ്റേജിൽ അക്കോമഡേഷൻ നോക്കുമ്പോൾ ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഞാൻ അക്കോമഡേഷനൊന്നും ഇല്ലാണ്ടാണ് ഇങ്ങോട്ട് വന്നത്. നമ്മൾ ആദ്യമായിട്ടൊരു രാജ്യത്തിൽ വരികയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആരും സഹായിക്കാനോ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളാകെ പെട്ടുപോകും. മുൻകൂട്ടി തന്നെ അക്കോമഡേഷൻസ് സെറ്റാക്കിയിട്ട് ഇങ്ങോട്ട് വരിക. ഇവിടെ വന്നിട്ട് പിന്നെ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ വൺസ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് പോയി നേരിട്ട് കാണാം, കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങോട്ട് നമുക്ക് മാറുക കാര്യങ്ങളൊക്കെ ചെയ്യാം. UK ആദ്യമായിട്ട് വരുന്ന ഒരാൾ ഒരിക്കലും പാനിക് ആവരുത്. കാരണം മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്താൽ മതി. പ്ലാൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് എല്ലാത്തിനും നമ്മുടെ സമയം കിട്ടും. ഒരു സ്ട്രെസ് ലെവലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പ്ലാൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കും. അതുപോലെ തന്നെ ഇവിടെ കുറേ വാട്സപ്പ് ഗ്രൂപ്പുകളും കാര്യങ്ങളും ഉണ്ട്. മലയാളീസ് ഒരുപാട് ഉണ്ടാവും. എല്ലായിടത്തും സഹായം ചോദിക്കുക. ഓരോ സിറ്റീസിലും അതിൻ്റേതായ ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആരെങ്കിലൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യാണ്ടിരിക്കില്ല. ഗായ്സ്, വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റും ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ കമൻറ്റ് ഞാൻ വായിച്ചു നോക്കുന്ന സമയത്ത് എനിക്ക് വീണ്ടും എല്ലാവർക്കും അത് ക്ലിയർ ചെയ്യാൻ പറ്റും. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ദിസ് ഈസ് മീ ഫായ് സൈനിങ് ഔട്ട് വിത്ത് ഹൈഫ.
താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. ബൈ.